സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഉദ്ഘാടന മാമാങ്കവുമായി ഇടത് സർക്കാർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പണി പൂർത്തിയാകാത്തവ ഉൾപ്പെടെ തിരക്കിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഫെബ്രുവരി 23 ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പുതിയ കെട്ടിടത്തിന്റെ അവസ്ഥ ഇതാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത RCCയുടെ പുതിയ മന്ദിരമാണ് ഈ കാണുന്നത്. സംഭവം കാണാൻ കളറായിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവിടെ പണികൾ പൂർത്തിയായോ എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാം. കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പണി നടക്കുകയാണ്. കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ നായയും സ്ഥലം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, മുൻവശത്ത് നിർമ്മാണ സാമഗ്രികൾ നിരത്തിയിട്ടിരിക്കുന്നതും ഒരു മഴ പെയ്താൽ ചെളിക്കളമാകാൻ പരുവത്തിലുള്ള മുറ്റവുമാണ് ഇവിടെയുള്ളത്. $242 കോടി ചിലവാക്കി 3,30,117 ചതുരശ്ര അടി ബഹുനില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. റേഡിയോ തെറാപ്പി മെഷീനുകൾ, അയൺ തെറാപ്പി വാർഡ് ഉൾപ്പെടെയുള്ള ന്യൂക്ലിയർ മെഡിസിൻ സങ്കേതങ്ങൾ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ വാർഡുകൾ, ഇൻസെന്റീവ് കെയർ യൂണിറ്റ്, ലുക്വീമിയ വാർഡ്, രക്തബാങ്ക്, മൈക്രോബയോളജി വിഭാഗം തുടങ്ങിയ സേവനങ്ങളാണ് പണി പൂർത്തിയായാൽ ഈ കെട്ടിടത്തിൽ ലഭ്യമാക്കാനാവുക. കെട്ടിടത്തിനകത്ത് ഉപകരണങ്ങളടക്കമില്ല എന്ന വസ്തുത തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഉദ്ഘാടനമൊക്കെ കെങ്കേമമായി നടന്നു. 8 വർഷം കൊണ്ട് പണിയുന്നതാണ് ഈ ബിൽഡിംഗ്. ഇനി എന്ന് ഇത് രോഗികൾക്ക് പ്രായോഗികമാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. പ്രയോജനപ്രദമാക്കേണ്ടത് അധികാരികൾ തന്നെയാണ്. തുടരെ ആരോഗ്യ വകുപ്പിലുണ്ടാകുന്ന ചികിത്സാ പിഴവിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന മാമാങ്കവുമായി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പണിതീരാത്ത RCCയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടന്നിരിക്കുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം MS വീണ, ജനം, തിരുവനന്തപുരം.